പെരുന്തൊട്ടി ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്രത്തിൽ ഇടവച്ചോതി മഹോത്സവത്തിന് തുടക്കമായി. ആർഷവിദ്യാപീഠം ആചാര്യന്മാരും സാധകരും പ്രത്യേകം ചിട്ടപ്പെടുത്തിയ ഉത്സവ പൂജാകർമ്മങ്ങൾക്ക് ആശ്രമം തന്ത്രി നിമേഷ് പള്ളത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മെയ് 29, 30, 31 എന്നീ ദിവസങ്ങളിലായാണ് പെരുന്തൊട്ടി ശക്തിപുരം ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്രത്തിൽ ഇടവച്ചോതി മഹോത്സവവും പ്രതിഷ്ഠാ വാർഷികവും ധർമാനുഷ്ഠാന യജ്ഞവും നടക്കുന്നത്. രാവിലെ 5:30 ഉത്സവ പൂജാ ചടങ്ങുകൾ ആരംഭിച്ചത്. പള്ളിയുണർത്തൽ, നിർമ്മാല്യ ദർശനം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, പ്രായശ്ചിത്ത പാരായണം, കുട്ടികളുടെ സമ്പൂർണ്ണ വിജയത്തിനായുള്ള മഹാസരസ്വതി പൂജ, മംഗളാരതി എന്നീ പൂജാ ചടങ്ങുകൾ നടന്നു. ആശ്രമം തന്ത്രി നിമേഷ് പള്ളത്ത് പൂജാകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കേരളത്തിലെ വെണ്ണക്കൽ വിഗ്രഹ പ്രതിഷ്ഠയുള്ള ഏകക്ഷേത്രം എന്ന ഖ്യാതിയുള്ള ആയിരവല്ലിക്കാവില് ദേവി ക്ഷേത്രത്തിൽ നടക്കുന്ന വാർഷിക കലശപൂജയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. 29, 30, 31 തീയതികളിലായിട്ട് നടക്കുന്ന വാർഷിക കലശത്തിൽ പങ്കെടുക്കുന്നതിലൂടെ ഭക്തജനങ്ങളുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു തരുന്ന ആയിരവല്ലിക്കാവിൽ അമ്മയുടെ അനുഗ്രഹ കൃപാകടാക്ഷങ്ങൾ നേടിയെടുക്കുന്നതിനായിട്ട് നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഈ കലശപൂജയിലും കലശാഭിഷേകത്തിലും പങ്കെടുത്തു വരുന്നു. ആർഷവിദ്യാപീഠം മാർഗദർശക് വിനോദ് നാരായണൻ, കൃപാനന്ദ സരസ്വതി സ്വാമികൾ, വിശ്വാനന്ദ സരസ്വതി സ്വാമികൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, ഇടുക്കി.